ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫുള്ളായിട്ട് നമുക്ക് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഫുള്ളായിട്ട് വേണം ചെയ്യാം, നിങ്ങൾക്ക് 3/4 ആയിട്ട് ചെയ്യാം. അതിനെ താഴെ ഭാഗത്തേക്ക് ലെയർ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഒറ്റ ലെയർ ബോഡി പാർട്ട് വേറെയും സ്കേർട്ട് പാർട്ട് വേറെ ആയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഫ്രണ്ട് ഓപ്പൺ ആണ് വരുന്നത്. ഇതേപോലെ ജീനിൻ്റെ കൂടെയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഞാൻ ഓപ്പൺ ഇല്ലാതെ ആണെങ്കിൽ ഗൗൺ പോലെയും ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലീവ് ഇങ്ങനെ ഇതേപോലെ 2 പാർട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്ലീറ്റൊക്കെ കൊടുത്തിട്ട് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. എന്നാലും ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ടുള്ള മോഡലാണ് ഡ്രസ്സ് വരുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ പുതിയ ബാച്ച് അടുത്ത മാസം 5-ാം തീയതി സെപ്റ്റംബർ 5-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ എടുത്തിട്ടുള്ള ക്ലോത്ത് ഒരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്പൺ ടൈപ്പ് ഒരു ക്ലോത്താണ്. നല്ല ബേബികളുടെ ഡ്രസ്സിൻ്റെ ഒക്കെ ഒരു സ്മൂത്ത്നെസ് ഉണ്ട് കേട്ടോ ഈ ക്ലോത്തിന്. ഇത് എവിടെ നിന്നാണ് എടുത്തതെന്ന് ചോദിച്ചാൽ മുക്കത്തുള്ള സാഗർ ബട്ടൺ ഹൗസ് എന്നാണ്. മീറ്ററിന് 160 രൂപയാണ് വില വരുന്നത്. ഇത് 60 ഇഞ്ച് തന്നെ വീതിയുണ്ട് കേട്ടോ. നല്ല സുഖമാണ്. ഇത് ഞാൻ ലൈനിങ് ഇടാതെയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ലൈനിങ് ഇട്ട് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. അങ്ങനെ നേലിച്ച് കാണുന്ന ഇതൊന്നുമല്ല, പക്ഷേ ചിലർക്ക് ലൈനിങ് വേണമെന്നുണ്ടാവുമല്ലോ, അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ വീതി ഞാൻ കാണിച്ചു തരാം. ഞാനിത് 3 മീറ്ററാണ് കേട്ടോ ക്ലോത്ത് എടുത്തിട്ടുള്ളത്. ഈ ഡ്രസ്സിന് 3 മീറ്റർ മതിയായിട്ടുണ്ട്. കാരണം 60 ഇഞ്ച് വീതി ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ 3 മീറ്റർ എടുത്തിട്ട് കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളൊരു ടാപ്പ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ എടുത്ത് നോക്കിയിട്ടാകുമ്പോൾ ഒരു ടാപ്പ് 1.5 മീറ്ററാണ്. ഒരു ടാപ്പ് 1.5 മീറ്റർ എന്ന് പറഞ്ഞാൽ 60 ഇഞ്ചാണ് വരുന്നത്. 60 ഇഞ്ച് കഴിഞ്ഞിട്ടും ഇതിലുണ്ട് ബാക്കിതാ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് 1.5 ഇഞ്ചോളം പിന്നെയുണ്ട്. അപ്പോൾ അത്രയും വീതി ഉണ്ട്. സാധാരണ 60 ഇഞ്ച് വീതി എന്ന് പറഞ്ഞാൽ 58ഒക്കെയാണ് ഉണ്ടാകുക, പക്ഷേ ഇത് 60-ലും കൂടുതലുണ്ട്. അപ്പം നിങ്ങൾ ഓരോ ഡ്രസ്സിന് ഇപ്പോൾ ചുരിദാറൊക്കെ ഇതുകൊണ്ട് ചെയ്യാം കേട്ടോ. ഷോളും പാൻറ്റും ഇതാക്കിയിട്ട് പ്ലെയിൻ ടോപ്പ് എടുക്കാം. എന്നാൽ ഇത് ടോപ്പ് ആക്കിയിട്ട് പ്ലെയിൻ പാൻറ്റ് ഷോളൊക്കെ ചെയ്ത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലേക്ക് അടക്കാം. ഞാൻ ബോഡി പാർട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ആദ്യം തന്നെ. ബോഡി പാർട്ട് 4 ഫോൾഡിൽ ക്ലോത്ത് മടക്കി നമ്മുടെ മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക. ചെസ്റ്റ്, വേസ്റ്റ്, ഷോൾഡർ, ആം ഹോള് ഇതൊക്കെ അടയാളപ്പെടുത്തി നമ്മുടെ ആവശ്യത്തിന്, അതായത് ഇതിപ്പോൾ ഞാൻ മോക്ക് ഷോൾഡർ 13 വരുന്നത്, അപ്പോൾ 6 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയത്. ആം ഹോളും അതേപോലെ തന്നെ വേസ്റ്റ് ഇതൊക്കെ ഞാൻ അടയാളപ്പെടുത്തി കണ്ടില്ലേ. ഫ്രണ്ട് നെക്ക് 5 എടുത്തു, ബാക്ക് നെക്ക് 2.5, ഷോൾഡർ ഇതൊക്കെ അടയാളപ്പെടുത്തി എടുത്തിട്ട് നമുക്കങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത് ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കി കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെക്കാം. ഇനി സ്ലീവ് ഞാൻ പറഞ്ഞില്ലേ 2 പാർട്ടായിട്ടാണ് വരുന്നത്. ഇപ്പം മേലത്തെ പാർട്ട് നമുക്ക് ടോട്ടൽ സ്ലീവിൻ്റെ അളവിൽ നിന്ന് 1/4 സ്ലീവിന് എത്രയാണോ വരുന്നത് ആ ഒരു അളവിലാണ് ഈ ഒരു പാർട്ട് ഇപ്പോൾ കട്ട് ചെയ്യുന്ന പാർട്ട്, മേലത്തെ പാർട്ട്. 1/4 സ്ലീവിന് ഒരു 15 മതിയെങ്കിൽ 15 എടുക്കാം. അതിനേക്കാൾ കൂടുതൽ വേണം. സ്ലീവിൻ്റെ ലെങ്ത്തിനനുസരിച്ചിട്ട് അത് വ്യത്യാസം വരുത്തും. അത് നമ്മൾ നോർമലി സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ തന്നെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുക. ഇനി ഉള്ള പാർട്ടിൽ നിന്ന് അതിന് താഴെ സ്ലീവിൻ്റെ താഴേക്കുള്ള നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അതിന് മുമ്പ് ബോഡി പാർട്ടിൻ്റെ താഴേക്കുള്ള തുണീനെ 4 ആക്കി മടക്കിയിട്ട് അതിൻ്റെ വീതി നമ്മൾ നോക്കുക. ഇപ്പോൾ ഇതിൻ്റെ വീതി ഒരു 20ഒക്കെയാണുള്ളത്. അപ്പോൾ നമ്മൾ ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്. നമ്മൾ ആ ബോഡി പാർട്ട് ആദ്യം കട്ട് ചെയ്തില്ലേ, ആ ബോഡി പാർട്ട് വിത്ത് തയ്യൽ തുമ്പ് മോക്ക് വന്നിട്ടുള്ളത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ 10 ഇഞ്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അവിടെ നിന്ന് അങ്ങോട്ടേക്കും 10 ഇഞ്ച് വേണം. അതായത് ബോഡി പാർട്ടിന് എത്ര കിട്ടിയോ അതിൻ്റെ ഇരട്ടി വേണം. അപ്പം 20 ഇഞ്ചാണ് സ്കേർട്ട് പാർട്ട്. അതിപ്പോൾ 2 ഇഞ്ചോ 3 ഇഞ്ചോ കൂടി വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അങ്ങനെ എടുക്കുക. അപ്പോൾ നമുക്കിതിന് ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട്, ഓപ്പൺ കൊടുക്കുന്നിടത്തൊക്കെ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ തുണി വേണം. അതുകൊണ്ടാണ് ഈ 60 ഇഞ്ചുള്ള ക്ലോത്ത് 3 മീറ്റർ എടുത്തിട്ട് എനിക്ക് പാകമായത്. അപ്പോൾ ഈ ഒരു പാർട്ട് ഇതിപ്പോൾ ഞാൻ ഒറ്റ പാർട്ട് ആക്കിയിട്ടാണ് സ്കേർട്ട് പാർട്ട് ചെയ്തതെന്ന് പറഞ്ഞില്ലേ, അതിനെ വേണേൽ നമുക്ക് സ്റ്റെപ്പായിട്ട് കുറച്ച് ഭാഗം താഴെ ബോഡി സ്കേർട്ട് പാർട്ട് ഇപ്പോൾ 40 ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിലൊരു 30 ഒരു പീസാക്കുക. എന്നിട്ട് അതിന് ശേഷമുള്ളതൊരു പ്ലീറ്റ് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം വേണം ഒരു പ്ലീറ്റും കൂടി ഒരു ലെയറും കൂടി കൊടുക്കുക. അങ്ങനെയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇത് ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഒറ്റ ലെയർ ആയിട്ടാണ് മോക്ക് വേണ്ടുള്ളൂ എന്ന് പറഞ്ഞ്
അപ്പം യോക്കിൻ്റെ അവിടെ മാത്രം പ്ലീറ്റ് ഇട്ടുള്ളൊരു ലെയറാക്കി. അത് പല ടൈപ്പിലും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ ഐഡിയാസ് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ചെയ്യേണ്ടതൊക്കെ അറിയാമല്ലോ. ഇനി പിന്നെ ഓരോരുത്തർക്ക് എങ്ങനെയാണ് ഇഷ്ടം അതിനനുസരിച്ചിട്ട് ആക്കാം. അപ്പോൾ ഇതാ സ്കേർട്ട് പാർട്ട് ചെയ്തു, ബോഡി പാർട്ട് ചെയ്തു, സ്ലീവ് പാർട്ട് ഇങ്ങനെ. ഇനി സ്ലീവ് പാർട്ടിൻ്റെ താഴേക്കും പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സ്ലീവ് ടോട്ടൽ സ്ലീവ് എന്ന് മോക്ക് വേണ്ടത് 22 സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൽ നമ്മൾ പിന്നെ ഒരു മുക്കാൽ സ്ലീവിന് എടുക്കുന്നത് ടോട്ടൽ സ്ലീവ് വേണ്ടത് 22, മുക്കാൽ സ്ലീവിന് ഞാൻ 13 എടുത്ത്. അപ്പോൾ 22ൽ നിന്ന് 13 എടുത്ത് കഴിയുമ്പോൾ ബാക്കി 9 ഉണ്ടാവുക. ഈ 9 താഴത്തേക്കുള്ള പ്ലീറ്റിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിൻ്റെ വീതി പ്ലീറ്റ് ഇടണമല്ലോ. പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഈ വീതി നമ്മൾ നോക്കുക. ഇത് 7 വന്നിട്ടുള്ളത്. അതിൻ്റെ അത്രയും കൂടി എടുക്കുക. അത്രയും കൂടി മിനിമം അത്രയും കൂടി വേണം കേട്ടോ. ഇപ്പോൾ 14 പകരം ഒരു 18 ഒക്കെ എടുക്കുമ്പോൾ ആ പ്ലീറ്റ് എണ്ണം കൂടി വരും. നല്ല പൊങ്ങി നിൽക്കാനുള്ള രൂപത്തിലുണ്ടാവും. അപ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ കാണും ഇരട്ടിയായിട്ട് വരും. ഇതിൻ്റെ ലെങ്ത്ത് കുറച്ച് കൂടുന്നുണ്ടാവും. കാരണം താഴെ ഭാഗം എലാസ്റ്റിക് ഇട്ടിട്ട് ചുരുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീതിയിൽ അടിക്കണമല്ലോ. ആ ഒരു ലെങ്ത്തും കൂടി ഉണ്ട്. നിങ്ങളെ കണ്ട 9 ഇഞ്ചല്ല ഉണ്ടാവുക, 11 ഇഞ്ചാണ് ഇപ്പോൾ ഞാനിത് എടുത്തിട്ടുള്ളത്. കാരണം ജോയിൻ ചെയ്യുന്നിടത്തും വേണം നമുക്ക് തയ്യൽ തുമ്പ്, താഴെ മടക്കി അടിക്കാനും വേണം തയ്യൽ തുമ്പ്. അങ്ങനെ ഈ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇതാക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു പീസ് വേണ്ടത് നല്ല ലെങ്ത്തിൽ, നമ്മുടെ ഈ ഗൗണിൻ്റെ നെക്ക് മുതൽ താഴെ വരെയുള്ള ലെങ്ത്തിൽ 3 ഇഞ്ച് വീതിയിൽ 2 പീസ്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഫ്രണ്ട് ഓപ്പൺ അല്ലേ നമ്മൾ ചെയ്യുന്നത്. ആ ഫ്രണ്ട് ഓപ്പണിൽ വെച്ച് തയ്ച്ച് നമ്മൾ ഷർട്ടിനും ഒക്കെ കാണുന്നില്ലേ, ഒരു പീസ് വെച്ചിട്ട് അതുമല്ലേ ബട്ടൺ ഹോളൊക്കെ കൊടുക്കുന്നത്. അതേപോലെ തയ്ച്ച് പിടിപ്പിക്കാനുള്ള പീസാണിത്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് എത്രയെന്ന് വെച്ചാൽ നെക്ക് മുതൽ, അതായത് കുട്ടിയുടെ ഫുൾ ലെങ്ത്തിനേക്കാണ് 2 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നെക്കിന് കൊടുക്കാനുള്ള പീസസ് ആണ് ഇപ്പോൾ വേസ്റ്റ് ക്ലോത്തിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട് നെക്കിനുള്ള പീസ് കട്ട് ചെയ്തെടുത്ത്, ഇതൊക്കെ പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും ആർക്കെങ്കിലും ഇതെന്താ നെക്കിന് പീസ് കട്ട് ചെയ്തില്ല എന്നുള്ള സംശയങ്ങളൊക്കെ അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ നെക്കിൻ്റെ പീസ് സൈഡ് ഫോൾഡ് ചെയ്തിട്ട് നെക്കിൽ വെച്ച് തയ്ച്ച് കൊടുക്കാനേ ഉള്ളൂ. അതൊന്നും ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ടതുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും ജസ്റ്റ് ഒന്ന് ഞാൻ മെൻഷൻ ചെയ്തതാണ്. പിന്നെ നമുക്ക് ഇതിൽ ഇനിയിപ്പോൾ ഈ ഫ്രണ്ട് ഓപ്പൺ ഉണ്ടല്ലോ, ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട് പാർട്ട്, ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് പാർട്ട് നമ്മൾ കറക്റ്റ് സെൻറ്റർ കട്ട് ചെയ്യും. അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കൊന്നും വേണ്ട കേട്ടോ. നോർമലി കട്ട് ചെയ്തിട്ട് അതിന് ജസ്റ്റ് ഓപ്പൺ ആക്കി കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. ഫ്രണ്ടിലേക്ക് തുണി അധികം എടുക്കൊന്നും വേണ്ട. കാരണം നമ്മൾ വേറെ പീസ് കൊടുത്തിട്ടാണല്ലോ അവിടെ പിന്നെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ പീസ് ഇങ്ങനെ ചെയ്ത് ഇതേപോലെ തന്നെ താഴേക്ക് കൊടുക്കുന്ന പീസിനും ഫ്രണ്ട് പാർട്ട് ഓപ്പൺ ആക്കി കൊടുക്കണം. അപ്പോഴാണ് ഫുള്ളായിട്ട് ഓപ്പൺ ആയിട്ട് വരികയുള്ളൂ. ഇതേപോലെ നമുക്ക് പിന്നെ ഫീഡിങ് കുർത്തി അല്ല അമ്മമാർക്കുള്ള കുർത്തിയിലൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പാട്ടിന് ഇത് കൊടുത്തു കഴിഞ്ഞിട്ടാകുമ്പോൾ അവിടെ ബട്ടണും ഹുക്കും ഹോളും കൊടുത്തു കഴിഞ്ഞാൽ ആ ഫീഡിങ്ങിന് സൗകര്യമായിരിക്കും. താഴേക്ക് കൂട്ടി സ്റ്റിച്ച് ചെയ്യുന്ന രൂപത്തിലൊക്കെ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെ, ഈ താഴത്തെ പാർട്ടും ഇങ്ങനെ ഫ്രണ്ട് ഓപ്പൺ ആക്കി കൊടുത്തു. എന്നിട്ട് ഈ താഴത്തെ പാർട്ട് ഞാൻ പറഞ്ഞില്ല, ഇരട്ടിയല്ലേ വന്നത്, ആ ഇരട്ടീനെ ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് ബോഡി പാർട്ടിൻ്റെ അളവിൽ കണക്കാക്കി ചുരുക്കി കൊടുക്കുക. 2 പാർട്ടും അങ്ങനെ തന്നെ ചെയ്യുക. അങ്ങനെ ചുരുക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണുള്ളത് ഞാൻ. മനസ്സിലായില്ലേ? ബോഡി പാർട്ടും സ്കേർട്ട് പാർട്ടും ചുരുക്കിട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് ഇനിയാണ് നമ്മൾ ഒരു പീസ് നീളത്തിൽ പീസ് കട്ട് ചെയ്തില്ല, ഈ പീസിനെ ക്ലോത്തിൻ്റെ ചീത്ത വശത്ത് ആദ്യം വെക്കുക. ചീത്ത വശത്തേക്ക് ഇങ്ങനെ വെച്ച്, ചീത്ത വശത്ത് ടച്ച് ചെയ്യുന്ന ഭാഗം ഈ പീസിൻ്റെ നല്ല വശമാണ് കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് 4 ഇഞ്ച് തയ്യൽ തുമ്പിൽ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് അതിനെ മറിച്ച് ഇങ്ങോട്ടേക്ക് ഇട്ടിട്ട്, മറിച്ച് ഇങ്ങോട്ടേക്ക് ഇടുമ്പോൾ ഫുള്ളായിട്ട് തുണിയിലേക്ക് ആക്കരുത്, കുറച്ച് പൊങ്ങി തെള്ളി നിൽക്കുന്ന രൂപത്തിൽ വേണം. ഷർട്ടിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ തെള്ളി നിൽക്കുന്ന രൂപത്തിലാണ്. കണ്ടില്ലേ, നെക്ക് കഴിഞ്ഞിട്ട് പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന രൂപത്തിലാണ് ആ പീസിന് നമ്മളവിടെ പതിച്ചടിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ തന്നെ മറ്റേ സൈഡും തയ്ച്ച് കൊടുക്കുക. മറ്റേ സൈഡ് മറ്റേ പീസിനെ ചീത്ത വശത്ത് വെച്ച് താഴെ വരെ തയ്ച്ച് നല്ല വശത്തേക്ക് മറിച്ച് പതിച്ചടിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിന് രണ്ടും ഒന്നിൻ്റെ മേൽ ഒന്നാക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ നെക്ക് മുതൽ നമുക്ക് എവിടെ മുതലാണ് താഴ്ന്ന് എത്ര മേലോട്ടേക്കാണോ ഓപ്പൺ വേണ്ടത് ആ ഒരു അളവ് നമ്മൾ കണക്കാക്കി അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാനിപ്പം ആ മെഷർമെൻറ്റ് എടുക്കുന്നത് അത് നിങ്ങൾക്ക് കാണിച്ചു തരാം.
25 ഇഞ്ചാണ്. 25 ഇഞ്ചാകുമ്പോഴൊക്കെ നമ്മളെ ഫ്രണ്ട് ഭാഗം കുറച്ച് നല്ലോണം കവറായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നടക്കുന്ന സമയത്ത് പാൻറ്റിൻ്റെ ആ ക്രോച്ച് ഏരിയ കാണുന്നത് ഭയങ്കര ബോറാണ്. അപ്പോൾ നമ്മൾ കാണാമല്ലോ, കുട്ടികളൊക്കെ ഇട്ട് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ബോർ ദൂരെ നിന്ന് മാറി നോക്കുന്ന ആളുകൾക്കാണ് അത് മനസ്സിലാവുക, കുട്ടികൾക്കത് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പോൾ ആ ഒരു ഭാഗത്ത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ആ 25 ഇഞ്ച് വരെ രണ്ടും കൂടെ കൂട്ടി ഒരൊറ്റ അടി താഴെ വരെ ഒരൊറ്റ അടി അടിച്ച് പിന്നെ അവിടെ ഒന്ന് പതിച്ചു ഒന്ന് തയ്ച്ച് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്കിൻ്റെ പീസ് വൺ സൈഡ് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് അതേപോലെ വൺ സൈഡ് ഒന്ന് ഫോൾഡ് ചെയ്ത് കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നെക്കിൽ വെച്ച് തയ്ച്ച് പതിച്ച് അടിച്ചു കൊടുക്കുക. അതൊക്കെ പിന്നെ എല്ലാ ഡ്രസ്സിനും ചെയ്യുന്ന ആ രൂപത്തിൽ തന്നെ. ഇത് ഫ്രണ്ട് പാർട്ടാണ് ഇപ്പോൾ ചെയ്ത് തീർത്തത്. ഇനി ബാക്ക് പാർട്ടും ഇതേപോലെ തന്നെ നെക്കിൻ്റെ പീസ് വെച്ച് തയ്ച്ച് കൊടുക്കുക. എന്നിട്ട് പതിച്ചടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താക്കണോ, ഇതിപ്പോൾ ബാക്ക് പീസാണ്, അതിൻ്റെ പതിച്ചടിച്ചിട്ടില്ല, ജസ്റ്റ് അവിടെ വെച്ച് തയ്ച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ മേലേക്ക് ഈ ഒരു ഫ്രണ്ട് പീസിനെ നമ്മൾ എടുത്തിട്ട് വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ നല്ല വശമല്ല, മേലോട്ട് കാണുന്ന ഫ്രണ്ട് പീസിന് നല്ല വശം ചേർത്ത് വെച്ച് ഷോൾഡർ ടു ഷോൾഡർ കറക്റ്റാക്കി വെച്ച് കൊടുത്ത് ആ നെക്കിൻ്റെ പീസ്, ബാക്ക് നെക്കിൻ്റെ പീസ് അതിന് മേലെ വെച്ച് 1/2 ഇഞ്ച് തയ്യൽ തുമ്പിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിലുള്ള ഷോൾഡർ ജോയിനിങ് നടക്കും. അപ്പോൾ ആ ഭാഗം ക്ലിയറായി. പിന്നെ ഇനി സ്ലീവ്, നമ്മൾ സ്ലീവ് 2 പാർട്ടായിട്ടല്ലേ കട്ട് ചെയ്തത്. ഇപ്പം ബോഡി പാർട്ടിന് ചെയ്ത പോലെ തന്നെ താഴത്തെ പാർട്ടിൻ്റെ വീതി ചുരുക്കിട്ട് മേലത്തെ പാർട്ടിൻ്റെ വീതിക്ക് കണക്കാക്കിയിട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ തയ്ച്ച് കൊടുത്താൽ രണ്ടും ഒരേ വീതിയാവും. അപ്പം കണ്ടില്ല, പ്ലീറ്റ് കറക്റ്റായിട്ട് അതിൽ വന്നു. താഴെ ഭാഗം ഞാൻ 1/2 ഇഞ്ച് എലാസ്റ്റിക്കാണ് അതിലിട്ടത്. അപ്പോൾ ഒരു 3/4 ഇഞ്ച് മടക്കി തയ്ക്കുക. അതിൻ്റെ ഉള്ളിലേക്ക് കൂടി എലാസ്റ്റിക് പുറത്തെടുത്ത് 2 സൈഡും ലോക്കാക്കി കൊടുക്കുക. ഇതൊക്കെ എല്ലാവർക്കും അറിയണതാണ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ വിളിച്ചിട്ട് ചോദിക്കാം കേട്ടോ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലപ്പം ചെറിയ കുട്ടികൾക്കൊക്കെ തയ്ക്കാൻ ഈ കുട്ടികളെ ബാപ്പന്മാരെ ഉപ്പന്മാരെ അച്ഛന്മാരെ ഷർട്ട് ഉണ്ടാവും, ചെക്ക് ഷർട്ടൊക്കെ ഉണ്ടാവും. അതിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. വരെ കാണാതെ തല്ല് കൊള്ളാതെ നിങ്ങൾ തന്നെ നോക്കിക്കൊള്ളിയാം. അപ്പോൾ ഇതാ സ്ലീവിൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. ഇതേപോലെ 2 സ്ലീവും തയ്ച്ചെടുക്കുക. എന്നിട്ട് ബോഡി പാർട്ടിൽ സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ആകെ സൈഡ് ജോയിനിങ്ങും താഴെ മടക്കി അടിക്കാനാണ് ഉണ്ടാവുക. 2 ഭാഗത്തും സ്ലീവ് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഇതിന് വേണമെങ്കിൽ ഫ്രണ്ടിലൊരു പോക്കറ്റൊക്കെ കൊടുക്കുക കേട്ടോ. ചെക്കിനൊക്കെ പോക്കറ്റ് എടുത്താലൊക്കെ നല്ല ഭംഗിയായിരിക്കും. അതായത് ഷർട്ടിൻ്റെ പോക്കറ്റ് പോലെയൊക്കെ പോക്കറ്റ് കൊടുക്കാം. അല്ലെങ്കിൽ സൈഡിൽ പോക്കറ്റ് വേണമെങ്കിൽ സൈഡ് ജോയിനിങ്ങിന് മുമ്പായിട്ട് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. താഴെ ഭാഗം മടക്കി അടിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സിൻ്റെ പണി കഴിഞ്ഞു. കണ്ടില്ലേ, നല്ല എളുപ്പമല്ലേ? ഇതിങ്ങനെ പിന്നെ ബിഗിനേഴ്സിനും മനസ്സിലാവുന്ന വിധത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ലീവ് നല്ലോണം ലെങ്തി ആണെങ്കിൽ അങ്ങനെ ആക്കാം കേട്ടോ. പിന്നെ ഇതിപ്പം അത്ര ഫുള്ള്, അതായത് നമ്മുടെ റിസ്റ്റിൻ്റെ അവിടെ വരെ എത്തിയിട്ടില്ല. ആ ഒരു രൂപത്തിൽ മാത്രമേ ഞാൻ ചെയ്തിട്ട്. കണ്ടില്ല, ഈ ഒരു ഓപ്പൺ കണ്ടില്ലേ, ജീൻസിൻ്റെ കൂടെ ഇടുമ്പോൾ നല്ല മാച്ചില്ല, ആ ഒരു കളർ അതിലേക്ക് വരുന്നത് കൊണ്ട്. അപ്പോൾ ഇതിന് ക്ലോത്തിന് വില വരുന്നത് 160 160 ആണെങ്കിലും 60 ഇഞ്ചിൽ കൂടുതൽ വീതി ഉള്ളത് കൊണ്ട് കുറഞ്ഞ ക്ലോത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. വലിയ ആളുകൾക്ക് ഗൗൺ പോലെ ചെയ്യാം, ചുരിദാറാക്കിയിട്ട് ചെയ്യാം. എല്ലാത്തിനും പറ്റുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്ലോത്താണ്. അപ്പം എത്രയോ ആൾ പിന്നെ എന്നോട് ചോദിക്കുന്നൊരു കാര്യമാണ് ഈ സാഗർ ബട്ടൺ ഹൗസ് എവിടെയാണെന്ന്. കോഴിക്കോട് മുക്കത്ത് പഴയ സ്റ്റാൻഡ്, അതായത് കോഴിക്കോട് സ്റ്റാൻഡിൽ നിന്ന് ബസ് ഇറങ്ങി വരുന്ന അവിടെ ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിൻ്റെ സൈഡിലായിട്ടൊരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് കയറിയിട്ട് 3ാമത്തെ ഷോപ്പാണ്. അത്യാവശ്യം നല്ല കളക്ഷനുള്ള ഷോപ്പാണ്. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്ക് പോകേണ്ടവർക്ക് പോകാം. അതിനാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. അസ്സലാമു അലൈക്കും.